ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം സലാർ എന്ന് പറയുന്ന സിനിമ കണ്ടു. യെസ്, ഓഫ് കോഴ്സ് KGF 1, 2, പിന്നെ അതാ സലാർ വന്നിരിക്കുന്നു. പ്രശാന്ത് നീലാണ് ഡയറക്ടർ. നമുക്ക് എല്ലാവർക്കും അറിയാം KGF 2 ഒക്കെ വേറെ ലെവലിൽ കൊണ്ട് നിർത്തി. പ്രഭാസിൻ്റെ ഒരു ഉഗ്രം ബ്രേക്ക് ആയിരിക്കും ഈ പടം എന്നൊക്കെ വിചാരിച്ച് കയറി പോയതാണ്. പ്രഭാസിന് ഇത്തവണ രക്ഷയില്ല എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലത്തെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാസും പൃഥ്വിരാജുമാണ്. ഇതിൽ പൃഥ്വിരാജിന്റെ പ്രസൻസ് കുറയ്ക്കാൻ, സ്ക്രീൻ പ്രസൻസ് കുറയ്ക്കാനായിട്ട് കുറെ ബ്ലഡ് ഷെഡ് മേക്കപ്പ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പ്രഭാസിന് വേണ്ടിയിട്ട്. കാരണം പൃഥ്വിരാജും പ്രഭാസും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഫീൽ ഒരു സ്ക്രീൻ പ്രസൻസ് കിട്ടുന്ന പൃഥ്വിരാജിന്റെ ഫേസിലാണ്. അതുകൊണ്ട് അത് കുറയ്ക്കാനായിട്ട് പ്രഭാസിന്റെ ശരീരത്തിൽ കുറച്ചൊരു ബ്ലഡ് കോരി ഒഴിച്ചതാണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ എനിക്ക് ഇവിടെ തോന്നിയായിരുന്നു. പിന്നെ പൃഥ്വിരാജിന്റെ പെർഫോമൻസ് ഫസ്റ്റ് എടുത്ത് പറയണം. പൃഥ്വിരാജിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് യങ് പോർഷൻ ഒരു രക്ഷയില്ല. ആ പയ്യന്റെ പേര് ഒരു പിടുത്തമില്ല. ഇതാണ് ഒരു 10-200 ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെ പേരൊക്കെ എങ്ങനെ ഓർത്ത് വയ്ക്കാൻ ഒരു പിടിയും എനിക്കില്ല. ആ യങ് പോർഷൻസ് ഒരു രക്ഷയില്ല. അത് ഞാൻ എടുത്ത് പറയാം. ആ കറക്റ്റ് സെലക്ഷൻ ആയിരുന്നു ക്യാരക്ടർ. ട്രെയിലർ റിയാക്ഷൻ ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു. ആ ഒരു ക്യാരക്ടർ സെലക്ഷൻ ഒരു രക്ഷയില്ല. പിന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ജഗപതി ബാബു, ബോബി സിംഹ, ശ്രുതി ഹാസൻ, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഇതൊരു വലിയൊരു ഹ്യൂജ് സ്റ്റോറിയാണ്. അതിൻ്റെ ഒരു 10%, ഒരു 5% മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ഇത് എവിടെ കൊണ്ടുപോയി അവസാനിപ്പിക്കുമെന്ന് ഒരു പിടിയുമില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് ഓക്കെ ഫൈൻ, കുഴപ്പമില്ല എന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് ഫൈൻ എന്ന് പറയാനുള്ള കാരണം കുറെ ബിൽഡപ്പ് ഉണ്ട്. ബിൽഡപ്പ് കൊടുത്ത് ബഹിരാശത്ത് പോയി, അങ്ങ് വിളവാരം പോയി. അത്ര ഹൈപ്പ് കൊടുത്ത് ദൂരം ഒറ്റ ആടി താഴോട്ട്. ഡയലോഗ് ഭയങ്കര ഷോക്ക്. എസ്പെഷ്യലി ആ ജയിലിലെത്തുള്ള ഒരു പൃഥ്വിരാജും പ്രഭാസും കോൺവെർസേഷൻ ഉണ്ട്. എന്തൊരു വൺ ക്ലീശ ഡയലോഗായിരുന്നു. അതൊക്കെ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ ആ മ്യൂസിക്, രവി ബസൂർ മ്യൂസിക് വാസ് റിയലി ഗുഡ്. അടിപൊളി BGM സ്കോർ ആയിരുന്നു. BGM സ്കോർ ആണെങ്കിൽ ഡും നിൽക്കുന്ന BGM സ്കോർ മാത്രമാണ്. പ്രഭാസിനാണെങ്കിൽ ഉണ്ടല്ലോ അനങ്ങാൻ വയ്യ. ആൾക്കാർ ഓടി ഇങ്ങോട്ട് പറയും, എൻ്റെ മുമ്പിൽ എന്നാലേ ഞാൻ അടിക്കത്തുള്ളൂ, അങ്ങോട്ട് പോയി ഞാൻ അടിക്കത്തില്ല, ചാടി അടിക്കത്തില്ല, എൻ്റെ ഫ്രണ്ട് വന്ന് അടി വാങ്ങിച്ച് തെറിച്ച് പൊക്കോണം. ഇതാണ് പ്രഭാസിന്റെ അഗ്രിമെന്റ്. അവിടെ നിന്ന് ഒരടി അനങ്ങൂല, നിന്നുള്ള ഇടി മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് ഓടി വരുക, ഇടി വാങ്ങുക. ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഭയങ്കര മാസ് മാത്രം. ഒരു ഇമോഷണൽസ് ഒക്കെ കുറെ കാണിച്ചിട്ടുണ്ട്. ഒറ്റ സീൻ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട്. ആ ഒരു പെൺകൊച്ചിന്റെ ഒരു സീനുണ്ട്, അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ പ്രഭാസിന്. അത് മാത്രം ഒന്ന് കൈയടിക്കാൻ തോന്നിയത്. വേറെ ഒന്നും പടത്തിൽ കൈയടിക്കാനില്ല. ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. ഒന്നുമില്ല. ഒന്ന് തീർന്നു തന്നാൽ മതി എന്നുള്ള അവസാനം ആ ഒരു പോയിന്റ് വരെ ഞാൻ എത്തിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പൃഥ്വിരാജ് ഇതില് എന്തിന് തല വെച്ചു എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഇതിനൊരു വലിയൊരു ഷെഡ്യൂൾ പോകും പടം. എനിക്ക് തോന്നുന്നു ഒരു 3-4 പാർട്ടൊക്കെ പോകാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട്, ഈ സ്റ്റോറിയിലുണ്ട്. ഇത് അടുത്ത ഏത് വർഷം ഇറങ്ങും? അടുത്ത KGF 2 ഇറങ്ങുമെന്ന് പറയണ. പിന്നെ അതാ ബഗീര എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട്. ഇതൊക്കെ എല്ലാം കൂടെ ഒരു യൂണിവേഴ്സായിട്ട് ലിങ്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് പ്രശാന്ത് നീൽ ഇനി ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമില്ലെന്നാണ് ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഇനി വരുമോ എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. പിന്നെ അതിലത്തെ എഡിറ്റ് പറയണം, ഉജ്വൽ. നമുക്കറിയാം ആ കൊച്ചു പയ്യൻ. ഇതിൽ ഒരു വഹയില്ല. ആ KGF-ലെ സെയിം KGF 2 അതേപോലെ കട്ട് ആൻഡ് പേസ്റ്റ് ഇങ്ങ് വെച്ചിട്ടുണ്ട്. ഒരു പുതുമയൊന്നുമില്ല. അതേപോലെ തന്നെ ബിൽഡപ്പ്, ആ എഡിറ്റിങ്ങിലൊക്കെ ഭയങ്കര ബിൽഡപ്പ്. ആ സെയിം സാധനം ആ KGF 2 ഒക്കെ എന്ത് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് എടുത്ത് വെച്ച പടമായിരുന്നു. അതുപോലെ ഒരു KGF 1 എത്ര എത്തിയാലും മതിയായിരുന്നു സലാർ. ഇതും വലിയൊരു ഹൈപ്പും KGF അങ്ങോട്ട് വലിയ വേറെ ലെവൽ പിടിക്കാൻ നോക്കിയതാണ്. ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. നമുക്ക് ആ ഒരു അടുത്തിറങ്ങുമ്പോൾ കാണണം എന്നുള്ളൊരു ഫീൽ അങ്ങോട്ട് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. ഐ ഗോട്ട് റിയലി ഡിസപ്പോയിന്റഡ്. ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റ് ആയി പോയി പടത്തില്. എന്തിനാണ് ഞാൻ ചോദിച്ചേക്കുന്നത്? പാർട്ട് 1 സീസ് ഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് ശോകം. പൃഥ്വിരാജിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിനെ നമുക്ക് അറിയാം. പൃഥ്വിരാജിനാണ് മാത്രമേ ഉള്ളൂ ആ ബോഡി ലാംഗ്വേജും. പൃഥ്വിരാജ് വെച്ച് ചാടി അടിക്കാറുണ്ട്, ചാടി അടിക്കും, പറന്നടിക്കും, ഓടിയൊക്കെ അടിക്കുന്നുണ്ട്. അതാണ് പൃഥ്വിരാജ്. അത് ആ ഒരു ശൈലി വേണം. ഇതൊരാള് നമ്മൾ അടിക്കണമെങ്കിൽ പോലും ഇങ്ങ് വരണം, നീ ഇവിടെ വാ, ഞാൻ അടിക്കാം. ഭയങ്കര ശോകം.
ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പടം. ഐ എം റിയലി സോറി, ഡിസപ്പോയിൻറ്റഡ്. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ.